ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. തോടന്നൂർ പെൻഷനേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിട ശിലാസ്ഥാപന കർമ്മം കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ നിർവഹിച്ചു. സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായ രീതിയിൽ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. തോടന്നൂർ ബ്ലോക്ക് പെൻഷനേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുകയാണ്. സമയബന്ധിതമായി തന്നെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് സൊസൈറ്റിയുടെ പ്രവർത്തനം ഈ സ്ഥാപനത്തിലേക്ക് മാറാൻ കഴിയും എന്ന പ്രതീക്ഷ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം പ്രകടിപ്പിക്കുകയാണ്. സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയ രൂപത്തിലുള്ള പങ്ക് വഹിച്ച പെൻഷനേഴ്സിനെയും ബന്ധപ്പെട്ടവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഗോൾഡ് ലോണുണ്ട്, പേഴ്സണൽ ലോണുണ്ട്, ഡെപ്പോസിറ്റ് പരിപാടികളുണ്ട്, ചിട്ടികളുണ്ട്, ഒക്കെയുണ്ട്. നല്ലത് തന്നെ. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. മറ്റല്ലാതെ ഡെപ്പോസിറ്റ് സംഖ്യ മുഴുവനും ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിരിക്കില്ല, വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകും. അത് മാത്രം പോരാ, നമുക്ക് പെൻഷൻകാർക്ക് പ്രയോജനപ്രദമാകുന്ന എന്ത് നൂതനമായ പരിപാടികൾ. ഇനി 3 ലക്ഷം എന്നുള്ളത് നമുക്ക് 5 ലക്ഷമാക്കാൻ കഴിയുമോ? JR ഇവിടെ ഇരിക്കുന്നുണ്ട്. 3 ലക്ഷം എന്നുള്ളത് 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന്റെ മൂല്യം എത്രയോ വർഷം മുമ്പായിരിക്കും 3 ലക്ഷം കൊടുക്കാൻ തീരുമാനിച്ചത്, അല്ലേ? അപ്പൊ ഇന്നതിന്റെ മൂല്യം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ട് 5 ലക്ഷം ആയിക്കൂടാ? ആക്കണമെന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല, എനിക്ക് തോന്നിയതാണ്. 3 ലക്ഷം 5 ലക്ഷം ആക്കിയാൽ ലോൺ എടുക്കുന്ന പെൻഷൻകാർക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് വില കുറഞ്ഞു പോയി. പണത്തിന്റെ വില ഓരോ ദിവസവും കുറയുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളെ ഡെപ്പോസിറ്റിൽ നിന്നും നമുക്ക് പ്രയോജനപ്രദമായ രൂപത്തിലായി മാറും. ഇതൊന്നുമല്ലാതെ പുതിയ പുതിയ എന്ത് ആശയങ്ങൾ, എന്ത് പരിപാടികൾ, വീട്ടുപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള പരിപാടികൾ, വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം കൊടുക്കാനുള്ള പദ്ധതിയായിട്ടില്ല, എന്നാലും അതും ആലോചിക്കാം. നിങ്ങൾ ഈ 3.25 കോടിയിൽ നിൽക്കരുത്. 24 വർഷമായില്ലേ? ഒരു 10 കോടി ലക്ഷ്യമിട്ടുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, പെൻഷനേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം നിക്ഷേപം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം റിട്ടയർ ചെയ്യുമ്പോഴേക്ക് ഒരു ചെറിയ കാറൊക്കെ വാങ്ങാൻ, അല്ല മാഷേ, കാറൊക്കെ വാങ്ങാനുള്ള ലോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും. അങ്ങനെ വൈവിധ്യവൽക്കരണം നമുക്ക് വേണം. പാരമ്പര്യമായിട്ടുള്ള ഗോൾഡ് ലോണിൽ, പേഴ്സണൽ ലോണിൽ മാത്രം നിൽക്കാതെ ആ രൂപത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വേഗം ഇത് വളർന്ന് പന്തലിക്കും. തോടന്നൂരാണ് ഇതിൻ്റെ ആസ്ഥാനം. ഏറ്റവും അനുയോജ്യമായ സാഹചര്യമുള്ള ഒരു പ്രദേശമാണ് ഈ തോടന്നൂർ എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. പരിസര പ്രദേശങ്ങളിലൊക്കെ ധാരാളം സാമ്പത്തിക ശേഷിയുള്ളവരും നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരും ഒക്കെയുള്ള പ്രദേശമാണ്. അനുദിനം വികസിച്ചു വരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നല്ല ഭാവി ഈ സ്ഥാപനത്തിനുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ രൂപത്തിൽ കൂട്ടായ പ്രവർത്തനം നടത്തി ഈ മേഖലയിലെ ഏറ്റവും സുശക്തമായ ഒരു സ്ഥാപനമായി വളർന്നു വരട്ടെ. സൊസൈറ്റി പ്രസിഡന്റ് കലിക P. ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. തോടന്നൂർ ബ്ലോക്ക്, ആയഞ്ചേരി, മണിയൂര്, തിരുവള്ളൂര്, വില്യാപ്പള്ളി ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിന്റെ, ആത്മനിർവൃതിയുടെ ദിനം കൂടിയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
വളരെ കാലം മനസ്സിലിട്ട് താലോലിച്ചൊരു സ്വപ്നം ഇന്ന് പൂവണിയുന്നതിന് തുടക്കം കുറിക്കുകയാണ്. 6 മാസം കഴിഞ്ഞ് വരുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു മന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന ചടങ്ങ് നടത്താൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടിയുള്ള സഹായം ചെയ്തു തരണമെന്ന് ബഹുമാനപ്പെട്ട MLA അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിച്ചുകൊണ്ട് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത മണക്കുനി വിശിഷ്ടാതിഥിയായി. കെട്ടിട നിർമ്മാണ നിധി സ്വീകരിക്കൽ ജോയിന്റ് രജിസ്ട്രാർ NM ഷീജ നിർവഹിച്ചു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ K ഭാസ്കരൻ നിധി കൈമാറി. സൊസൈറ്റി സെക്രട്ടറി MV സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് FM മുനീർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ P ഷിബു, ഇൻസ്പെക്ടർ മനോജ്, MM രാജേഷ്, KSSPU ജില്ലാ പ്രസിഡന്റ് KV ജോസഫ്, M ചെക്കായി, NK ബാലകൃഷ്ണൻ, NK രാധാകൃഷ്ണൻ, PM കുമാരൻ, സുധാകരൻ മേലത്ത്, NK ലക്ഷ്മിക്കുട്ടി, CP മുകുന്ദൻ, PP കുട്ടികൃഷ്ണൻ, K കമലാക്ഷി എന്നിവർ പ്രസംഗിച്ചു.